ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാന്തല്ലൂർ കീഴാന്തൂരിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജി വെട്രിവേലിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലുള്ള കൊങ്ങനാട്ടിൽ ജി വെട്രിവേലിന്റെ കൃഷിയിടത്തിലാണ്. കീഴാന്തൂരിലെ മികച്ച സമ്മിശ്ര കർഷകനായ വെട്രിവേൽ തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്? ഞാൻ 25 വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷം കൃഷിയിലേക്ക് നല്ല താല്പര്യമുള്ള ഒരു കർഷകനാണ്. എനിക്ക് കൃഷി സ്ഥലം ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 2.5 ഏക്കർ സ്ഥലത്തിൽ കാപ്പി, മിളക്, പച്ചക്കറി ഇനങ്ങൾ, സ്ട്രോബെറി ഇതുപോലെ കൃഷി ഇനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നയാളാണ്? ഇവിടെ തന്നെ നമ്മുടെ പൂർവികമാരാണ്. നമ്മൾ ഇവിടെ അഞ്ചിനാട് എന്ന് പറയുന്ന സ്ഥലം, കീഴാന്തൂർ, കാന്തല്ലൂർ, മറയൂർ, കാറയൂർ, പിന്നെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലം കൂടി, കൊട്ടകുടി എന്നൊരു സ്ഥലം കൂടി. ഇതാണ് നമ്മുടെ നേരത്തെ അഞ്ചിനാട് എന്ന് പറയக்கூடிய ഒരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് നേരത്തെ നെല്ലും കറുമ്പും, നേരത്തെ ഉള്ള ഈ കേപ്പ എന്ന് പറയുന്ന കൂടി ഈ രാഗ്, ഇതുപോലെ ചെറിയ ഉൽപ്പാദനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്കത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറിയിലേക്കും മറ്റു വിളയിനങ്ങളിലേക്കും നമ്മൾ മാറിയത്. അപ്പോൾ ഇപ്പോൾ നല്ല ചെറുപ്പകാലത്ത് എന്തായിരുന്നു ഇവിടെ കൃഷി? ഇവിടെ ചെറുപ്പകാലത്ത് നെല്ലാണ് കൂടുതലുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ എല്ലാ കൃഷിയും ഉണ്ടാകും, പക്ഷേ ഇവിടെ നേരത്തെ നെല്ലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ നെല്ലും മറ്റേ ഈ ഇഞ്ചിപ്പുല്ല് എന്ന് പറയുന്ന തൈലപ്പുല്ല്, ആ രണ്ടുമാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പൈസയ്ക്ക് വേണ്ടി ഈ ഇഞ്ചിപ്പുല്ലും ആഹാരത്തിന് വേണ്ടി നെല്ലുമാണ് നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദനം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നെൽകൃഷി ഇവിടെ തുടരുന്നുണ്ടോ ആരെങ്കിലും? ഇപ്പോൾ നെൽകൃഷി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര നഷ്ടത്തിലാണ് കർഷകർ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൃഷി രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയിലേക്ക് പൈസ, അതായത് ജനങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് പൈസ വേണം, ആഹാരത്തിലും കൂടി കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും വാങ്ങിച്ചോളാം. പക്ഷേ പൈസയുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വേറെ കൃഷി രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ഇനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇവിടെ ക്യാരറ്റ്, ബീൻസ്, ഗേബേജ്, സ്ട്രോബെറി, പലതരങ്ങളായ സ്ട്രോബെറി, പിന്നെ കാപ്പിയുണ്ട്, മിളകുണ്ട്. ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് ഇവിടെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഓരോ കാലാവസ്ഥയിലും അല്ലെങ്കിൽ സീസൺ അടിസ്ഥാനത്തിലാണോ ഈ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്? നമ്മൾ ഇത് ഓരോ സീസൺ അടിസ്ഥാനത്തിലാണ്. നമുക്ക് കാപ്പി എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലാണ്, കമുങ്ങെന്ന് വെച്ചാൽ അതും വർഷത്തിൽ ഒരിക്കലാണ്, കറുമ്പ് വെച്ചാലും 12 മാസം കൊണ്ടാണ് നമുക്ക് വിളവെടുക്കാൻ കഴിയും. പിന്നെ പച്ചക്കറി എന്ന് വെച്ചാൽ നമുക്ക് 2 സീസൺ ചെയ്യാം, റാപ്പിഡ് സീസൺ ഒന്ന്, മെയിൻ സീസൺ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ വിവിധ ഇതം പച്ചക്കറി നമുക്ക് കാന്തല്ലൂർ മേഖലയിൽ തന്നെ, ഈ കേരളത്തിൽ തന്നെ എവിടെയും ഉൽപ്പാദിക്കാതെ വെളുത്തുള്ളി, നമ്മുടെ കാന്തല്ലൂർ വെളുത്തുള്ളിയാണ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓണത്തിലെ അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഓണം മാർക്കറ്റിൽ അനുസരിച്ച് പോകുന്ന രീതിക്കാണ് നമ്മൾ സീസൺ ആരംഭിക്കുന്നത്. ഈ മറ്റെങ്ങും ഇല്ലാത്തൊരു വിള എന്ന നിലയിൽ ഈ വെളുത്തുള്ളിയുടെ കൃഷി രീതികൾ എന്തൊക്കെയാണ്? വെളുത്തുള്ളിയുടെ കൃഷി രീതി എന്ന് വെച്ചാൽ ഈ സംസ്ഥാന കടലിൽ നിന്ന് ഒരു 1400 മേളിലുള്ള സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലത്തിലേക്ക് പ്രത്യേക രുചിയും ടേസ്റ്റുകളും നല്ല ഒരു ഗുണമരവും കൂടി ഈ വെളുത്തുള്ളിക്ക് ഉണ്ട്. അതിന്റെ കൃഷി രീതി എങ്ങനെയാണ്? ഏത് മാസമാണ് അത് വിത്ത് നടുന്നത്? ഏപ്രിൽ മെയിലേ നമ്മൾ വിത്തെടുക്കും, ജൂണിലേക്ക് തുടങ്ങും. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഇതിൽ ചില ആൾക്കാർ വെളിയിൽ മഴ വീഴുമ്പോൾ തന്നെ കൃഷി തുടങ്ങും. ഏപ്രിൽ മെയിൽ തന്നെ തുടങ്ങും. 3 മാസമാണ് വിളവെടുപ്പ്. 3 മാസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ സിംഗമാസം അതിനനുസരിച്ച് 1, 2, 3 മാസങ്ങളിലേക്ക് അവർ നടുന്ന രീതിക്ക് തകുന്നതുപോലെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഏപ്രിൽ വിത്തിറക്കുമ്പോൾ ഈ മഴക്കാലം ഇതിനെ ബാധിക്കാറുണ്ടോ? ഇതൊക്കെ കൂടുതലായിട്ടും മഴ വേണം. കാരണം എന്ന് വെച്ചാൽ മഴ ഈ മണ്ണിലെ ഈരത്തന്നെ അങ്ങനെ നിലനിർത്തി പോയാലേ നന്നായിട്ട് വലുപ്പവും രുചിയും ഇതൊക്കെ കിട്ടും. വേനൽ ഉണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഇതാണ് സീസൺ.
പിന്നെ ഇത് ഏപ്രിൽ മെയ്യിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ജനുവരി ഫെബ്രുവരിയിൽ കൂടി ചെയ്യുന്നുണ്ട്. അത് സമ്മർ സീസണിലാക്കി ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല, 1-2 ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കി മെയിൻ സീസണായിട്ട് നമുക്ക് വരുന്നത് ജൂൺ മാസം സീസണാണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വെളുത്തുള്ളിക്ക് വിപണി ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ടോ? ഈ വെളുത്തുള്ളിക്ക് വിപണി ഒരു പ്രശ്നമാണ്. നമ്മൾ ഇവിടെ ലോക്കലിൽ വരുന്ന കസ്റ്റമർ അനുസരിച്ച് നമ്മൾ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ടൂറിസ്റ്റുകാർ വരുമ്പോൾ നമുക്ക് ഒരു ടൂറിസ്റ്റുകാരായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1 കിലോ 2 കിലോ അങ്ങനെ വെച്ച് തൂക്കത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് നമുക്ക് ഒരു 1000 കിലോ 500 കിലോ ഒരുമിച്ച് ഒരു കർഷകർക്ക് വരുമ്പോൾ അത് നമുക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലെ ഉള്ള വടുകുപട്ടി എന്ന സ്ഥലത്തിലാണ് നമ്മൾ ഈ വെളുത്തുള്ളിയാക്കി നമ്മളവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏത് രീതിയാണ് ലേലം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വില കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വില ഒരളവൊക്കെ മെച്ചപ്പെട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും 400 രൂപയൊക്കെ വിലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാർക്കറ്റ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുന്നത്. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിത് കാട് കളച്ചിട്ട് നമ്മൾ ചാണകം ഇടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് അത് വളർന്നു വരാനായിട്ട് ഏതെങ്കിലും കുറച്ച് കമ്പസോ ഏതെങ്കിലും കുറച്ച് ഇടുന്നുണ്ട്, എല്ലാം പറയുന്നില്ല. പക്ഷേ അത് ഇട്ടാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഉൽപ്പാദനങ്ങളും കൂടുതൽ ഈൽഡും കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വളപ്രയോഗം കുറച്ച് ഞങ്ങൾ ചെയ്യണം. ഇതോടൊപ്പം കാപ്പി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതിനും കാപ്പിയാണ് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നത്? നമ്മൾ ഈ മേഖലയിലെ കാപ്പി കൃഷിയാണ് നമ്മൾ നേരത്തെ നമ്മൾ പണ്ട് കാലത്ത് തൊട്ട് അച്ഛനമ്മമാരും നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഈ കാപ്പി എന്ന് വെച്ചത് റോബസ്റ്റോ അല്ല അറബി ഇനമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അറബിയിൽ തന്നെ ഇപ്പോൾ 2-3 ഇനം വന്നിട്ടുണ്ട്. സെലക്ഷൻ 9 ഉണ്ട്, ചന്ദ്രഗിരി ഉണ്ട്. ഇപ്പോൾ ഈ ഇനങ്ങളാണ് നമ്മൾ ഉൽപ്പാദനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അറബി മാത്രം ഉണ്ടായിരുന്നു. അതിൽ ക്രോസിംഗ് ആയിട്ടാണോ ഇപ്പോൾ സെലക്ഷൻ 9ഉം മറ്റേ ചന്ദ്രഗിരി ഇനങ്ങളും ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാപ്പി തൈ നട്ട് എത്ര മാസം കൊണ്ട് ഉൽപ്പാദനത്തിലേക്ക് എത്തും? കാപ്പി തൈ നട്ട് നമുക്കൊരു 2-3 വർഷമെങ്കിലും വേണം. കാരണം വെച്ചാൽ അത് വളർന്നു വന്നിട്ട് ഈ വാതുകളൊക്കെ എങ്ങനെ പോകുമ്പോൾ അത് കുറച്ചെങ്കിലും കായ്ക്കാൻ തുടങ്ങും. 2.5 വർഷം 3 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. പിന്നെ നമുക്കത് കുഴപ്പമില്ല. ഒരു 10-15 വർഷത്തിന് മേളിൽ ആ തൈയൊക്കെ നിന്ന് നമുക്ക് നന്നായിട്ട് തന്നെ പരിപാലിച്ചാൽ നമുക്ക് എന്നും വിളവ് കിട്ടിക്കൊണ്ടിരിക്കും. വർഷത്തിൽ ഒരിക്കലേ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. കാപ്പിക്ക് ജൈവ രാസ വളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? കാപ്പിക്ക് ഏതൊരു വളവും ഇടുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ അത് കാപ്പി വളരുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു തണൽ വേണം. ഒരു 50% തണലെങ്കിലും വേണം. അപ്പോൾ ഈ ഇല മേളിലുള്ള മരങ്ങളിലുള്ള ഇലയൊക്കെ വീഴും. നമ്മളിത് വർഷത്തിൽ 1 വർഷം 2 വർഷം കഴിക്കുമ്പോൾ ആ മരത്തിലുള്ള ഇലകളും ഈ ചപ്പും ചവറും ആ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലെ നനവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അത് ഇയற்கைയായിട്ട് തന്നെ നമ്മൾ കൃഷി രീതി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മുൻപ് കാപ്പി കൃഷി നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്? ലാഭകരമാണ്? മുമ്പ് നമുക്ക് പച്ചയ്ക്ക് തന്നെ നമ്മൾ നേരത്തെ ഈ സൊസൈറ്റി കാന്തല്ലൂരിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സ്ഥാപനത്തിലാണ് നേരത്തെ നമ്മൾ വിറ്റഴിച്ചു കൊണ്ടിരുന്നത്. അന്നേരം നമ്മളത് ഉണക്കി പറുപ്പാക്കി അങ്ങനെ വിത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിലൊക്കെ പരക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ചിഞ്ഞതൊക്കെ മാറ്റിയിട്ട് നന്നാ പറുപ്പായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഇടനിലക്കാർ നമുക്ക് പളം തന്നെ മേടിച്ച് പള്ളനാട്ടിലുള്ള കച്ചവടക്കാർ പളം മേടിച്ചുകൊണ്ട് പോകും. 20 രൂപയ്ക്കും 30 രൂപയുമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് 2-3 വർഷമായിട്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ 100 രൂപയ്ക്ക് മേളിലൊക്കെ വില കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് പുറലോകം അറിയാൻ വേണ്ടി നമ്മൾ കൃഷിയിലൂടെ കാപ്പി ബോർഡ് മെമ്പറായിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് നല്ല ഗുണകരമാണ്, കാപ്പി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അടുത്ത വർഷം ഇതിനെക്കാട്ടിലും വില കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ കാപ്പിനെല്ലാം ഒരു കാപ്പിയാണോ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഓർഗാനിക്കിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ കാപ്പിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കാട്ടിലും കൂടുതൽ വില കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത് കാപ്പി ഉൽപ്പാദനം കൂട്ടാനുള്ള സംവിധാനം നമ്മൾ നടപടി സ്വീകരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാന്തല്ലൂർ ഒരു പഴവർഗ്ഗങ്ങൾ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണല്ലോ. താങ്കൾക്ക് എന്തൊക്കെ ഇനം പഴവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്? നമ്മൾ സ്ട്രോബെറി ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി കടന്ന ഒരു 5-10 വർഷമായിട്ട് ഞാൻ സ്ട്രോബെറി ഉൽപ്പാദനം ചെയ്യുന്നുണ്ട്. കാന്തല്ലൂർ മേഖലയിൽ വന്നപ്പോൾ തന്നെ ഒരു 2-3 വർഷം വേറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെന്ത് ഈ പഴവർഗ്ഗം നമ്മളെന്ത് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 25 സെൻറ്റിൽ സ്ട്രോബെറി കൃഷി ചെയ്തു. അപ്പോൾ നേരത്തെ സ്ട്രോബെറി നമുക്ക് അനുഭവം ഉണ്ടായിരുന്നില്ല. 1 വർഷത്തിലെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നോക്കി കറക്റ്റായിട്ട് പരിപാലിക്കുമ്പോൾ നമുക്ക് സ്ട്രോബെറി നല്ല ഒരു ലാഭമാണ്, കൃഷിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ടൂറിസ്റ്റ് വരുവാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ വിറ്റുപോകും. ചിലപ്പോൾ ഈ ഏപ്രിൽ മെയ് ഈ സീസണിൽ നല്ല ഒരു പളം കിട്ടിയാൽ നമുക്ക് വിറ്റഴിച്ച് പോകുന്നുള്ളൂ.
പിന്നെ സ്കൂൾ പിള്ളേർക്കൊക്കെ പരീക്ഷ ഉള്ള കാരണം കൊണ്ട് ഈ മാർച്ച് മാസം ഒരു മാസം മാത്രം ഇച്ചിരി ഡൽ സീസൺ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ അത് കൂടുതൽ ടൂറിസ്റ്റുകാർ ഇങ്ങോട്ട് വരാതെ കാരണം കൊണ്ട് നമുക്ക് വിറ്റഴിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളത് ചാമാവോ ഇല്ല വൈനാക്കിയോ എന്തെങ്കിലും അച്ചാർ ഇതുപോലെ സംഭവം നമ്മൾ ചെയ്ത് വെച്ച് ഏപ്രിൽ മെയിൽ അങ്ങനെ വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരൊക്കെ താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ കൂടെയുണ്ടോ? ഞാൻ വീട്ടിലെ അമ്മയും ഭാര്യയും ഞാനുമുണ്ട്. മക്കൾ 2 മക്കളാണ് എനിക്ക്. ഒരു മകള് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മോനുണ്ട്. മോന് 7ാം ക്ലാസ്സിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഏക്കറാണ് താങ്കളുടെ മുഴുവൻ കൃഷിയും? എനിക്ക് 2.5 ഏക്കർ സ്ഥലമുണ്ട്. 2.5 ഏക്കർ സ്ഥലത്തിൽ തന്നെ ഞാൻ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. അതുപോലെ പറഞ്ഞതുപോലെ ഒരു സീസൺ വെളുത്തുള്ളി ചെയ്യും, ഒരു സീസൺ ബീൻസ് ചെയ്യും. അപ്പോൾ 2 സീസൺ മാറി മാറി കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ സ്ട്രോബെറി ചെയ്ത തരത്തിൽ തന്നെ ഒരു പ്രാവശ്യം സ്ട്രോബെറി നമ്മൾ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസം നമ്മളത് തൈ വെച്ച് കളഞ്ഞാൽ ഏപ്രിൽ മെയിൽ തന്നെ അത് തീരും. വേനൽ മഴ തീരുമ്പോൾ സ്ട്രോബെറിയും കൂടി അത് തീരുവാനുള്ള കണ്ടീഷൻ വരും. അപ്പോൾ ആ ശേഷം നമ്മൾ പറിച്ച് മാറ്റിയിട്ട് അടുത്ത ശേഷം നമ്മളിത് ബീൻസും മറ്റു ഇനങ്ങൾ ചെയ്യുന്നുണ്ട്. കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്കളുടെ കാർഷിക സഭയിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കാന്തല്ലൂർ കീഴാന്തൂരിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജി വെട്രിവേലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കിസാൻ വാണിയിൽ ഇനി കാന്തല്ലൂരിലെ പച്ചക്കറി കർഷകനായ ശ്രീ മുരുകൻ കെ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ഇന്ന് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ശീതകാല പച്ചക്കറിയുടെയും അതുപോലെ എല്ലാ കാലത്തും പച്ചക്കറി വിളയുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ അതിർത്തി പ്രദേശമായ കാന്തല്ലൂർ പഞ്ചായത്തിൽ. എല്ലാ സമയത്തും പച്ചക്കറികൾ അതുപോലെ പഴവർഗ്ഗങ്ങളെല്ലാം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണ് ധാരാളമായി ഉള്ളത്. അതിൽപ്പെട്ട ഒരാളായ മുരുകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മുരുകൻ്റെ വീട് ഇവിടെ കാന്തല്ലൂരിന് തൊട്ടടുത്ത് തന്നെ പുത്തൂരിലാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറിയാണ് കൂടുതലായിട്ട് മുരുകൻ ചേട്ടൻ കൃഷി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം പച്ചക്കറി കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉരുളക്കിഴങ്ങുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കേബേജുണ്ട്, ക്യാരറ്റുണ്ട്, പിന്നെ ബാക്കി പയർ ഐറ്റങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എത്ര നാളുകളായി ഈ കൃഷിയിൽ ഇടപെട്ട് അല്ലെങ്കിൽ ഏർപ്പെട്ട് തുടങ്ങിയിട്ട്? പാരമ്പര്യമായിട്ട് പണി, ഈ കൃഷിപ്പണി തന്നെയാണ്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? ഈ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഒക്കെ മാതാപിതാക്കളൊക്കെ എന്തെല്ലാം കൃഷികളാണ് ചെയ്തിരുന്നത്? എല്ലാം ഇതുപോലെ പാരമ്പര്യ കൃഷി, റാഗി, ഗോതമ്പ് ഒക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ പണ്ടൊക്കെ കൂടുതലായിട്ട് ഗോതമ്പും റാഗിയൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് അല്ലേ? അതെ, ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നെൽകൃഷി ഉണ്ടായിരുന്നു, കൊമ്പനെല്ല്. അപ്പോൾ നെൽകൃഷിയും ഒക്കെ ഇപ്പോൾ നെൽകൃഷി ഉണ്ടോ? ഇപ്പം ഇല്ല. ഗോതമ്പ് അതുപോലെ അങ്ങനെയുള്ള കൃഷികളൊന്നും ഇല്ല. ഇപ്പം ഇല്ല. അതെന്താണ് അതെല്ലാം നിർത്താൻ കാരണം? നിർത്താൻ കാണിച്ച് ഈ പന്നിയുടെ ശല്യം, പിന്നെ അങ്ങനത്തെ കുറേ ശല്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും മേടിക്കാനാളില്ല, അതുകൊണ്ട് അങ്ങനെ. അതുപോലെ ഇത് കൊയ്തെടുക്കണം, തൊഴിലാളികളെ കിട്ടാനില്ല, അതുപോലെ നെല്ല് വിറ്റാൽ വിലയില്ല അല്ലേ? പണിക്കൂലി ഒരുപാട് ഇതാകും. അതുകൊണ്ട് അങ്ങനെ പച്ചക്കറി ആകുമ്പോൾ അതിൽ ലാഭമാണോ? അത് ലാഭമാണ്. 3 മാസ കാലാവധിയല്ലേ ഉള്ളൂ, ലാഭമാണ്. അതായത് ഒരു പച്ചക്കറി കൃഷി നട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 മാസം ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാം അല്ലേ? എടുക്കാം. അപ്പോൾ ഈ എല്ലാ കൃഷികളും ഒരുമിച്ചാണോ മുരുകൻ ചേട്ടൻ ചെയ്യുന്നത്? അല്ല, ഒരുമിച്ച് ചെയ്യാം. ഒരു 6 ഏക്കർ 4 ഏക്കർ ഇങ്ങനെ വെച്ച് ചെയ്യാം. മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട്? 1.5. ഈ 1.5 ഏക്കർ സ്ഥലത്ത് തന്നെയാണോ കൃഷികളൊക്കെ ചെയ്യുന്നത്? അല്ല, പണിക്കാർ വേണമല്ലോ, തന്നെ ചെയ്യാൻ പറ്റില്ല. പച്ചക്കറികൾ ഉരുളക്കിഴങ്ങുണ്ട്, കാബേജ് ഉണ്ട്, അതുപോലെ ക്യാരറ്റ്,
വെളുത്തുള്ളി അതുപോലെ തന്നെ മറ്റ് പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു. ഇപ്പോൾ എന്ത് കൃഷിയുടെ സീസണാണ്? ഇനിയിപ്പോൾ സീസൺ വരാൻ പോകുന്ന ചെയ്യാനുള്ള പണിയും കളയ്ക്കാനുള്ള പണി ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ കൃഷി ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഇപ്പം ചെയ്തിട്ടില്ല. ഇപ്പം നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ് അല്ലേ? അതെ. ഇത് തൊട്ട് മുമ്പ് വിളവെടുത്തത് എന്തൊക്കെയായിരുന്നു? അത് മറ്റേ ക്യാരറ്റും ഉണ്ടായിരുന്നു, കേബേജും ഉണ്ടായിരുന്നു, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി എങ്ങനെയുണ്ട്? നല്ല വില കിട്ടിയോ ഈ വർഷം? ഈ വർഷം വില കുറവാണ്. അതെന്താണ് ഈ വർഷം വില കുറയാൻ? എങ്ങനെ വില കുറഞ്ഞു പോയി, കഴിഞ്ഞ വർഷം വില നല്ല വിലയാണ്. ഈ കാന്തല്ലൂരിലെ വെളുത്തുള്ളിയുടെ പ്രത്യേകത എന്താണ്? അത് പ്രത്യേകം വെച്ചാൽ ഈ കാലാവസ്ഥയും ഇവിടുത്തെ മണ്ണും അങ്ങനെ ഈ തണുപ്പും ഇത് പ്രത്യേകത. ഇതിൻ്റെ ഈ വെളുത്തുള്ളിയുടെ ഗുണം എന്താണ് കൂടുതലുള്ളത്? ഗുണം വെച്ചാൽ ഇവിടുത്തെ അതല്ലേ പറഞ്ഞു, ഈ മണ്ണിൻ്റെ ഇതും അതായിട്ട് വെളുത്തുള്ളി എവിടെ നട്ടാലും വരും. അതല്ല വിഷയം. ഇതിൻ്റെ അകത്ത് ഗുണം കൂടുതലുണ്ട് കാന്തല്ലൂരിലെ വെളുത്തുള്ളിക്ക് അല്ലേ? കാന്തല്ലൂർ വെളുത്തുള്ളി എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് ഉള്ളതാണ്. അതിൻ്റെ തൈലം വരെ എല്ലാം ഉൽപ്പാദനം കൂടുതലാണ്. അതുപോലെ അതിൻ്റെ പ്രത്യേക ഒരു ഗുണമുണ്ട്. അതിൻ്റെ ചെടി കഴിച്ചാൽ തന്നെ ഒരു ആശ്വാസമായിട്ട് ഒരു ഇത് വരും. കൂടുതൽ മരുന്നടിക്കുന്നില്ല. ഇല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ വിഷം ഇല്ല. പിന്നെ ഈ കണ്ടാൽ മേടിക്കില്ല ആൾക്കാർ. ഈ സാധനം ക്യാരറ്റായാലും കേബേജായാലും ഈ സാധനം ഇങ്ങനെ ഭംഗിയായിട്ട് കാണില്ല. അതേ മരുന്നടി കുറയുന്നതുകൊണ്ട് കുറയും. ഈ ഊട്ടിയിലൊക്കെ പോയാൽ അവിടെയൊക്കെ പോയാൽ നല്ല ഭംഗിയായിട്ട് കാണും. കാണാൻ കണ്ണിற்கு നല്ല കാഴ്ചയായിട്ട് കാണും. അതെന്ന് വെച്ചാൽ 3 ദിവസം 2 ദിവസം കൊണ്ട് മരുന്ന് അടിച്ച് കീച്ചുക. അതങ്ങനെ വരും. ഇവിടെ അങ്ങനെയില്ല. ഈ ചൊറിഞ്ഞും പഞ്ഞും ഇങ്ങനെയൊക്കെ കാണും. കണ്ണൊക്കെ ഒരു ഇതില്ലാതെ കാണാൻ ഇച്ചിരി അളവ് കുറവാണെങ്കിലും ഗുണം വളരെ മെച്ചമായിരിക്കുമെന്നാണ് മുരുകൻ പറയുന്നത്. ഇനി ഈ ക്യാരറ്റ് അതുപോലെ കാബേജ് അതുപോലെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്നിച്ച് കൃഷി ചെയ്യുമോ? ഒന്നിച്ചും ചെയ്യാം. അത് ഒരു ഭാഗത്ത് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്താൽ അടുത്ത ഒരു കുറച്ച് സ്ഥലത്ത് കാബേജ് കൃഷി ചെയ്യും, അല്ല ക്യാരറ്റ്, അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ചെയ്യും അല്ലേ? ഇതിൻ്റെ വിത്തൊക്കെ എവിടുന്നാണ് വാങ്ങിക്കുന്നത്? ഇവിടെ ഈ മേട്ടുപ്പാളയത്തിൽ നിന്ന് മേടിക്കും. അവിടെ നിന്ന് മേടിക്കാം. പോയി വാങ്ങിക്കുമോ? പോയി വാങ്ങിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വില? അവിടെ പറയാൻ പറ്റില്ല. ചില സമയം കുറയും, ചില സമയം കൂടും. കിലോയ്ക്കാണോ? കിലോയ്ക്കാണ്. അങ്ങനെ കൂടും. അത് 45 കിലോ ചാക്കാക്കി തരും. അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ കുറച്ച് പേര് ഒന്നിച്ച് പോകുമോ? കുറച്ച് ആൾക്കാർ പോകുമല്ലോ. ഒരാൾ മാത്രം പോയി എടുത്തിട്ട് കാര്യമില്ലല്ലോ. വണ്ടിക്കൂലി മുതലാകണ്ടേ. അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഈ നിലമൊക്കെ ഒരുക്കിയിട്ടല്ലേ കൃഷി ചെയ്യുന്നത്? അതെ, പിന്നെ അതിൻ്റെ പൊസിഷൻ ആക്കിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ കുഴി എടുത്തിട്ടാണ് തൈ നടുന്നത്, അല്ല വിത്ത് നടുന്നത്? കുഴിയില്ല, ഈ ഒരുപോലെ ഇതുപോലെ വരച്ച് വരും. വരച്ച് വരും. മുള്ളു വെച്ച് വരച്ചിട്ട് ആ വരയിലൂടെയാണ് ആദ്യം വളം ഈ ഉരുളക്കിഴങ്ങ്. പിന്നെ ഉരുളക്കിഴങ്ങ് വയ്ക്കും, പിന്നെ മൂടും. അങ്ങനെയാണ്. വെളുത്തുള്ളി കൈ കൊണ്ടാണ് നടുന്നത്. അതുപോലെ ഈ ക്യാരറ്റ് കാബേജൊക്കെയോ? അത് ക്യാരറ്റ് വിത്ത് ചുമ്മാ ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഈ നമ്മൾ ഇടുന്നേ ഉള്ളൂ. പിന്നെ കാബേജ് തയ്യാണ്, അത് മുള്ള വെച്ച്. അപ്പോൾ ഇതിങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് 3 മാസത്തിനകം വിളവെടുക്കാം. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ പിന്നീട് നമ്മൾ വളപ്രയോഗങ്ങളോ അല്ലെങ്കിൽ നനയ്ക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ? അതെ, വരും. ഈ വെയിലാണെങ്കിൽ നനയ്ക്കാനുള്ളൂ. നനയ്ക്കാൻ വെള്ളത്തിനൊക്കെ സൗകര്യം ഉണ്ടോ? ഇവിടെ കുഴപ്പമില്ല. ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്. കനാൽ വഴി വരും അല്ലേ? അല്ലാതെ ഉണ്ട്. അപ്പോൾ വളപ്രയോഗങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം ചെയ്യേണ്ടി വരും? അത് കുറച്ച് നമ്മുടെ രാസവളം കുറച്ച് ചെറുതായിട്ട് മിക്സർ വളം ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് എന്തെങ്കിലും ചാണകപ്പൊടി ഇടും. പിന്നെ ബാക്കി ആട്ടിച്ചാണ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിച്ചിടും. അങ്ങനത്തെ ഈ കുമായം ഇതൊക്കെ മേടിച്ചിടും. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത് കള പറിക്കേണ്ടി വരുമോ? കള വരും, 2-3 പ്രാവശ്യം വരും. അതെ അല്ലേ? അപ്പോൾ അത് ഓരോ മാസവും കള പറിക്കേണ്ടി വരും? ഒരു മാസമല്ല, 15 ദിവസം. ഏതായാലും ആ സ്ഥലം ഇങ്ങനെ അനുസരിച്ച് കള വരുന്നതനുസരിച്ചിട്ട് നമ്മൾ കള എടുത്ത് കൊടുക്കണം അല്ലേ? അതിനൊക്കെ നമ്മൾ തൊഴിലാളികളെ കൂട്ടിയല്ലേ ചെയ്യുന്നത്? തൊഴിലാളികളെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കളയൊക്കെ 3 പ്രാവശ്യം എടുത്ത് മരുന്ന് കളിക്കേണ്ടി വരുമോ? മരുന്ന് ഈ ക്യാരറ്റിന് എടുക്കാൻ ഒരു മരുന്നും ഇല്ല. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ടൈറ്റാൻ 45 ഒരു മരുന്ന് ചെറുതായിട്ട് തെളിച്ച് കൊടുക്കാം. അത് എത്ര പ്രാവശ്യം തളിച്ചു കൊടുക്കും? അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ മാസത്തിൽ ഒന്ന് വെച്ച് ചെറുതായിട്ട് തളിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? അത് ഈ മഞ്ഞ് അതുപോലെ മഴയൊക്കെ പെയ്താലാണ് കൂടുതലായിട്ട് ഇത് തളിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അത് ഈ വെളുത്തുള്ളിക്ക് ആയാലും ശരി, മറ്റേ ഏത് ഇതിക്കായാലും. അല്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും അത് അടിക്കാറില്ല. ഈ 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 45-60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം ആകുമ്പോഴത്തേക്കും വിളവെടുക്കാം അല്ലേ?
അപ്പോൾ 90 ദിവസമാകുമ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നം നമ്മൾ എവിടെ വിൽക്കും? വിൽക്കുന്ന വെച്ചാൽ ഇവിടെ മാർക്കറ്റില്ല, ഇല്ല, ഇവിടെ മേടിക്കാനല്ല. കേരളത്തിൽ ആരും മേടിക്കാറുമില്ല. കുറേ നാൾ ഈ കോടിക്കുറുപ്പൊന്നും മേടിച്ചുകൊണ്ട് വന്നു, പിന്നെ അവർ ഏതാണ്ട് നിർത്തി. അതിന് ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ട് കൊടുക്കുന്നത് തമിഴ്നാട്ടിലാണ്, എല്ലാം കൊടുക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് വേറെ വണ്ടി, പ്രൈവറ്റ് വണ്ടി വിളിച്ചുകൊണ്ട് പോകും. അതെ അല്ലേ? തമിഴ്നാട്ടിൽ എവിടെ കൊണ്ടുപോയി വിൽക്കും? തമിഴ്നാട്ടിലെ ഈ വെളുത്തുള്ളി ആണെങ്കിൽ വടുകപ്പെട്ടി കൊണ്ടുപോകും, മേട്ടുപ്പാളയം കൊണ്ടുപോകും, ഇതുപോലെ പല സ്ഥലത്തും കൊണ്ടുപോയി. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മധുര കൊണ്ടുപോകും, വത്തല കൊണ്ടുപോകും. ഇങ്ങനെ ചില സ്ഥലങ്ങളിലും കൊണ്ടുപോയി കച്ചവടം ചെയ്യുക. അപ്പോൾ അവിടെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പൈസ കിട്ടും? പൈസക്ക് കുഴപ്പമില്ല. അവിടെ എന്ത് വിലയൊക്കെ കിട്ടി ഈ വർഷം? വില എന്ന് വെച്ചാൽ ഇപ്പം അതല്ലേ വെളുത്തുള്ളിക്കൊക്കെ വില കുറഞ്ഞു പോയി. കിലോക്ക് 145, 150, 120 അങ്ങനെ ആയിപ്പോയി. ഉരുളക്കിഴങ്ങ് അതുപോലെ എന്ത് വില കിട്ടി? അത് ഒരു ചാക്കിന് 900 രൂപ, 800 രൂപ ആയിപ്പോയി. അപ്പോൾ ഒരു ചാക്കിൽ എത്രയാണ്? 45 കിലോ? അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്നാലും നഷ്ടം വന്നില്ല? നഷ്ടമൊന്നുമില്ല, ഈ ലാഭമല്ല. നമ്മൾ കഴിഞ്ഞു കൂടാന്ന് മാത്രം. അതെ, കഴിഞ്ഞ വർഷം അങ്ങനെയില്ല. ഈ കൃഷി എടുക്കുന്നതിന് ലോണൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ടോ? ലോണ് ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ സ്വന്തം ചെലവ് കൊണ്ടാണ്? സ്വന്തം വേറെ ഇവിടെ പോയി ചോദിച്ചാൽ കൃഷി വായ്പ തരുള്ളൂ. മറ്റേ ഈ എന്തെങ്കിലും ലോൺ ചോദിച്ചു പോയാൽ പിന്നെ ബിസിനസ് ലോണായിട്ടേ തരുള്ളൂ. അത് ഇച്ചിരി എമൗണ്ട് കൂടുതലായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കുറേ ലോൺ മറിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അടഞ്ഞു പോകുന്നുണ്ടല്ലേ? അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്? തന്നെ സാധിച്ചില്ല, കുടിശ്ശിയായി കിടപ്പുണ്ട്, സത്യമായി കിടപ്പുണ്ട്. എന്ത് ചെയ്യാൻ? അപ്പോൾ കഴിഞ്ഞ ഈ പ്രാവശ്യം വില കുറഞ്ഞു പോയി, അടുത്ത തവണ വില കൂടി കിട്ടിയാൽ കുഴപ്പമില്ല? കുഴപ്പമില്ല. അപ്പോൾ ഒരു വർഷത്തിൽ 3 വിളവ് എടുക്കുമോ അതോ 4 വിളവ് എടുക്കുമോ? വിളവ് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൊതുവേ കൃഷി അത്ര ആദായകരമല്ല. ആദായകരമുണ്ട്, നല്ല വില കിട്ടിയാലും നല്ല ലാഭകരമുണ്ട്. പിന്നെ ഈ കൃഷിക്കാർക്ക് വെച്ചാൽ അത് തന്നെ എല്ലാ പാവപ്പെട്ട ജനങ്ങളല്ലേ. പിന്നെ ഈ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. വീട്ടിലാർക്കുണ്ട്? വീട്ടിലെ 2 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യയും 2 മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളിപ്പോൾ പഠിച്ചിട്ട് ചുമ്മാ ഇരിക്കുക, ഇത് തന്നെ ചെയ്തിരിക്കുക. ഈ കൃഷിപ്പണികളിലൊക്കെ അവരെ സഹായിക്കും. പിന്നെ എന്നാ ചെയ്യണം? വേറെ ആളില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ പുറത്തുനിന്ന് വിളിച്ചാൽ മതിയല്ലോ. വിളിച്ചാൽ മതി. അങ്ങനെ ഒരു ലാഭമുണ്ടല്ലോ. അത് ആ ലാഭമാണ് കിട്ടുന്നത്, വേറെ എന്നാ കിട്ടാൻ മതി. ഈ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ടോ? പശുവില്ല. ആട്? ഇല്ല, എല്ലാം വെച്ചിരുന്ന ആട്, കന്നുകാലി, അതുപോലെ കോഴി അങ്ങനെയുള്ളതൊന്നുമില്ല? എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം കൊടുത്തു. അപ്പോൾ ഈ പച്ചക്കറി കൃഷി മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നല്ലേ? അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ല. ഈ കാന്തല്ലൂരിലെ കർഷകർക്ക് എന്ത് ആണ് ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് തോന്നുന്ന കാര്യം? പ്രത്യേകം കൃഷിക്കാർക്ക് ആവശ്യമുള്ളത് ഇപ്പോഴത്തെ സീസൺ ടൈങ്ങളാണ്, എല്ലാം കൃഷി ഓർക്കാനുള്ള ടൈങ്ങളാണ്. അവർക്ക് വേണ്ട രീതിയിൽ സബ്സിഡിയുടെ കാര്യങ്ങളും പിന്നെ ഈ ലോൺ എന്തെങ്കിലും സഹായിച്ച് സബ്സിഡി നിരക്കിൽ വിത്തും വളവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആശ്വാസമുണ്ടല്ലേ? ആശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, കാന്തല്ലൂരിലെ പുത്തൂരിലെ ഒരു കർഷകനായ, പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനായ ശ്രീ മുരുകൻ കെ ആണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. കാന്തല്ലൂരിലെ പച്ചക്കറി കർഷകനായ ശ്രീ മുരുകൻ കെയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്തി കാടപ്പക്ഷികളെ വളർത്താവുന്നതാണ്. പോഷകമൂല്യവും ഔഷധമേന്മയുമേറിയ കാടമുട്ടയും ഇറച്ചിയും ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും ആശ്വാസം നൽകുന്നവയാണ്. ലളിതമായ പരിപാലന മുറകൾ കൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായം ലഭിക്കത്തക്ക രീതിയിൽ കാടപ്പക്ഷികളെ വളർത്തുവാൻ സാധിക്കും. ഒരു കോഴിക്ക് ആവശ്യമായ സ്ഥലത്ത് 8 മുതൽ 10 വരെ കാടകളെ വളർത്താം. 6 ആഴ്ച പ്രായമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങുന്നു.
വർഷത്തിൽ 300ഓളം മുട്ട ഒരു പക്ഷിയിൽ നിന്നും ലഭിക്കുന്നു. ഡീപ്പ് ലിറ്റർ സമ്പ്രദായത്തിലോ കേജുകളിലോ കാടകളെ വളർത്താം. ഒന്നിൽ കൂടുതൽ തട്ടുകളുള്ള കോളനി കേജുകളാണ് ഉത്തമം. ഭക്ഷണാവശിഷ്ടങ്ങൾക്കൊപ്പം തന്നെ സ്റ്റാർട്ടർ തീറ്റയും ഗ്രോവർ തീറ്റയും നൽകണം. മുട്ടയിടുന്ന കാടകൾക്ക് തീറ്റയിൽ കക്കപ്പൊടിയും അസോളയും ചേർത്ത് നൽകുന്നത് നല്ല കട്ടിയുള്ള തോടോടുകൂടിയ പോഷക പ്രാധാന്യമേറിയ മുട്ട ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കും. കാട വളർത്തലിൽ ശുചിത്വത്തിന് വളരെ പ്രധാനമായ പങ്കുണ്ട്. ലിറ്റർ നനയാതിരിക്കുകയും കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും അണുനാശിനി തളിച്ച് അണുവിമുക്തമാക്കുകയും രോഗം ബാധിച്ച കാടകളെ കൂട്ടിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നത് രോഗബാധ തടയുന്നതിന് സഹായിക്കും. കുടുംബാംഗങ്ങൾക്ക് അവരുടെ വിശ്രമവേളകളിൽ ഒത്തുചേർന്ന് വീടിനു ചുറ്റും മട്ടുപ്പാവിലും പച്ചക്കറി കൃഷി ചെയ്തും മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിച്ചും അസോള കൃഷി ചെയ്തും മുട്ടക്കോഴി വളർത്തിയും സുരക്ഷിതമായ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകാം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ട് നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിന് പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.